ഇന്നത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ കാണാൻ പോയ കഥയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും മിറക്കിൾ ഗാർഡൻ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എബ്രാറൈഡിലാണ്. എബ്രയിൽ അങ്ങനെ ദേര ഓൾഡ് സൂക്കിലെത്തി. എബ്രാറൈഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അപ്പോൾ ഇവിടെയാണ് ഗോൾഡ് സൂക്ക്, നൈഫ് സൂക്ക്, അങ്ങനത്തെ കുറച്ച് സൂക്കുകളൊക്കെ വരുന്നത്. അങ്ങനെ മനോഹരമായ ദുബായ് സിറ്റിയിലെ ഈ റോഡുകളിലൂടെ ഞങ്ങൾ ട്രാഫിക് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡിസിപ്ലിനൊക്കെ ഇങ്ങനെ കണ്ട് അതിശയിച്ച് അങ്ങനെ നടന്ന് ഗോൾഡ് സൂക്കിലെത്തി. ഏതായാലും ഗോൾഡ് സൂക്കിലെത്തിയതല്ലേ, ദുബായിലെ ഗോൾഡിൻ്റെ റേറ്റ് എന്നറിയാമെന്ന് കരുതി നമ്മളുടെ മലബാർ ഗോൾഡിൽ കയറി റേറ്റൊക്കെ ചോദിച്ചു. പിന്നെ ഇവിടെ വേറെയും കുറേ സൂക്ക് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ കണ്ട് നടന്ന് അവസാനം ഞങ്ങൾ എത്തിയത് ഒരു മരുഭൂമിയിലാണ്. മരുഭൂമിയൊന്നുമല്ല കേട്ടോ, ശരിക്കും ഞങ്ങളൊരു മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടന്നതാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനും കാണാനില്ല. സംഭവം അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേഷനൊക്കെ, ഒരു ലിഫ്റ്റ് ആക്സസ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അപ്പോൾ ഇതാണ് അൽറാസ് മെട്രോ സ്റ്റേഷൻ്റെ ഒരു ഏരിയ. അപ്പോൾ ഇതൊരു ഡെസേർട്ട് ഏരിയ പോലെയാണ്. ഇങ്ങനത്തെ ഓൾഡ് ദുബായിൻ്റെ ഏരിയയിലുള്ള മെട്രോ സ്റ്റേഷൻസ് എല്ലാം ഈ ഒരു ആർക്കിടെക്ചറിൽ, ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മെട്രോ കയറി. മെട്രോയിൽ മോൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടുന്ന് ബസ് പിടിച്ച് മിറക്കിൾ ഗാർഡനിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. നമ്മുടെ കയ്യിലുള്ള ദുബായ് RTN നോൾ കാർഡില്ല, അത് നമുക്ക് മെട്രോയിൽ മാത്രമല്ല ഇവിടുത്തെ ബസ്സിലും ട്രാമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. മെട്രോയിൽ പോകുമ്പോൾ അത് നമുക്ക് ഈ ദുബായ് ഫ്രെയിമൊക്കെ പാസ് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. ഇത് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഉള്ള ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം രൂപത്തിൽ ഉള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നുള്ള ഒരു പേര് കിട്ടിയ ദുബായിലെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക്. ദുബായിലെ വേറൊരു ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന എമിറേറ്റ്സ് ടവേഴ്സ്, പിന്നെ അതിന് മുന്നിലായിട്ട് കാണുന്ന മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒക്കെ. ഇങ്ങനെയുള്ള ഏകദേശം ഫേമസ് സ്പോട്ടുകളൊക്കെ നമുക്ക് മെട്രോയിൽ പാസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. The next station is Emirates Towers. ആ ഒരു ക്ലിപ്പ് അങ്ങനെ റോ ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ. കാരണം ആ ഒരു മെട്രോയിലെ അനൗൺസ്മെൻറ്റ് മെട്രോയിൽ പോകുന്നവർക്കൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ അത് ബുർജ് ഖലീഫ കേട്ടോ നമ്മളെ മുന്നിൽ. അപ്പോൾ ബുർജ് ഖലീഫും ഒക്കെ പാസ് ചെയ്തിട്ട് വേണം നമ്മളുടെ മോൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ദുബായിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ബിൽഡിങ്സ് ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിലെത്തി. ഇതൊരു പ്രധാനപ്പെട്ട ബസ് പോയിൻ്റാണ്. ഇവിടുന്ന് നമ്മൾ മിറക്കിൾ ഗാർഡനിലേക്ക് ബസ് കയറി. മിറക്കിൾ ഗാർഡനിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ആരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.